നിസ്സംശയം പറയാം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ, ഇപ്പോൾ MLA ആണ്, പക്ഷെ നാളെ MLA ആവൂലല്ലോ, ആ ചെറുപ്പക്കാരനെ ഇപ്പോ എടുത്തിട്ടുള്ള കേസിലും ഈ മുൻകൂർ ജാമ്യം നോട്ട് അറസ്റ്റ് കൊടുത്തിട്ടുള്ള കേസിലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിൽ ജാമ്യം കിട്ടും, കേസ് മുന്നോട്ട് പോകും. കുറെ കഴിയുമ്പോൾ, കുറച്ച് വർഷങ്ങൾ എടുക്കും, ഇത് തീരുമ്പോൾ ഒരു 8-10 കുറച്ച് വർഷമെങ്കിലും എടുക്കും. ഇനിയും കേസുകൾ വരാനുണ്ട്, ഒരുപാട് കേസുകൾ വരും പല ഭാഗത്തുനിന്ന്. അതുകൊണ്ട് പെട്ടെന്ന് രാഹുലിന് പുറത്തു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ വരുന്ന കേസുകളിൽ ഏത് കേസായാലും അയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് പൂട്ടി മാറ്റിയിടാം എന്നല്ലാതെ അയാളൊരു കുറ്റവാളിയാണ് എന്ന് കണ്ട് ശിക്ഷിക്കാൻ ഇതൊന്നും പോരാ, അത് നടക്കില്ല. അതിന് 2 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. അതിലൊന്ന്, കഴിഞ്ഞ 3 മാസമായി ഇവിടുത്തെ ഒരു ചാനലും ഒരു സോഷ്യൽ മീഡിയയും എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമായ ആരും പറയാത്ത വാർത്തയാണ്. പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്യുന്ന കിടപ്പാടമില്ലാത്ത, ഇതുവരെയും അവിടെ ഭരിച്ചിട്ടുള്ളവരോ അതിനു മുമ്പ് ഭരിച്ചിട്ടുള്ളവരോ ഒന്നും തിരിഞ്ഞു നോക്കാത്ത കുറെ സാധുക്കൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുറെ സാധുക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാളും അയാളുടെ സുഹൃത്തുക്കളും, അയാൾക്ക് ചില ബന്ധങ്ങളുണ്ട്, കുറെ സ്നേഹബന്ധങ്ങൾ. ഇങ്ങനെയുള്ള കുറെ ബന്ധങ്ങളെ കുറിച്ചല്ലേ ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച്, പലരുടെയും CSR ഫണ്ട് ഉപയോഗിച്ച്, മറ്റു പലരുടെയും സഹായങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് സർക്കാരിന്റെ കാല് പിടിക്കാതെ ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി വിജയകരമായി അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. കുറഞ്ഞ നാളെ അയാൾ അവിടെ വന്നിട്ട്, പക്ഷെ ആ സമയം കൊണ്ട് ഞാൻ സംസാരിച്ച ആ കാലത്ത് 20 വീടാണ് പ്ലാൻ ചെയ്തിരുന്നത്. ആ വീടുകളെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിൽ തറക്കല്ലിടുന്ന ഒരു വീടിന്റെ തറക്കല്ലിട്ട ആ സമയത്താണ് ഞാൻ വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞു, അതിനു മുമ്പത്തെ പണി തുടങ്ങി. അങ്ങനെ 10-20 വീടുകൾ ഇപ്പോൾ കൊടുക്കാനുള്ള ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ കുറെ സാധുക്കൾക്ക് ഒരു തലചായ്ക്കാനൊരിടം ഉണ്ടാക്കി കൊടുത്തതിന് ദൈവം തമ്പുരാൻ അദ്ദേഹം ചെയ്ത് ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള പാപം അങ്ങ് പുറത്തു കൊടുക്കാന്ന് വിചാരിച്ചാലോ? മനസ്സിലായില്ലേ? നന്ദിയില്ലാത്തവൻ ഇവിടുത്തെ മനുഷ്യന്മാരാണ്. കാരണം അവൻ എന്തെങ്കിലും ഒരു തെറ്റിൽ ഒരുത്തൻ വീണുപോയി കഴിഞ്ഞാൽ ആ തെറ്റ് മാത്രമേ കാണുള്ളൂ. അതുവരെ അവൻ ചെയ്ത നന്മ കാണില്ല, അതുവരെ മറ്റുള്ളവരെ തലോടിയത് കാണില്ല, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുത്തത് കാണില്ല, അതൊന്നും കാണൂല. അവൻ ചെയ്ത തിന്മ മാത്രം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ നന്മ പറയണം. ആ നന്മ കൊണ്ട് അവന്റെ തിന്മയെ മേൽ വളർത്താൻ കഴിയണം. അതാണ് വേണ്ടത്. അല്ലാതെ തിന്മ വളർത്തിയെടുത്തുകൊണ്ട് അവനെ മനുഷ്യനല്ലാതാക്കി തീർക്കുകയല്ല ചെയ്യേണ്ടേ. ഇവിടെ മനുഷ്യനല്ലാതാക്കി തീർത്ത് എന്തോ ഇവിടെ ഏതൊരു സോഷ്യൽ മീഡിയയിലെ ഒരു വൃത്തികെട്ടവൻ എഴുതിയ ഒരു കമന്റ് കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ ഒന്ന് പരിശോധിക്കണമെന്ന്. അവന്റെ ആ സംസാരത്തിൽ നിന്ന് സത്യത്തിൽ അവന്റെ സംസ്കാരം മനസ്സിലാകുന്നുണ്ട്. ഇവിടെ CPM-ന്റെ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, CPM ഒരുപക്ഷെ CPM-ലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് ഉണ്ടായില്ലായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റെന്താണ്? എൻ്റെ മനസ്സിൽ ഒരു തെറ്റേ ഉള്ളൂ, എൻ്റെ കാഴ്ചയിലും ഒന്നേ ഞാൻ കാണുന്നുള്ളൂ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സംശുദ്ധത പാലിക്കേണ്ടതായിരുന്നു. ആ സംശുദ്ധത അയാൾ പാലിച്ചില്ല. അവിടെ ഒരല്പം കറ വീണു. ആ കറ സാധാരണ മനുഷ്യന്മാർക്ക് പറ്റുന്ന കറയാണ്. ഇവിടെ സർവ്വസാധാരണമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കല് സഖാവ് EK നായനാർ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? പെണ്ണുള്ളോടത്തൊക്കെ വാണിഭവം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നിങ്ങള്? അമേരിക്കയിൽ ചായ കുടിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന്. അതിപ്പോഴാണ് അന്വർത്ഥമായത്. അന്ന് സഖാവ് ഒരു തമാശ പറഞ്ഞതാ. പക്ഷെ ഇന്ന് ഈ 2025-ന്റെ കാലത്ത്, ഇന്റർനെറ്റിന്റെ കാലത്ത് ഇവിടെ സർവ്വസാധാരണ, വളരെ വളരെ സർവ്വസാധാരണ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടവും ഏതെങ്കിലും ഒരു യുവതിയുമായിട്ട് എന്തെങ്കിലും തമ്മിലുള്ള റിലേഷൻ ഉള്ളത് ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഒരു പരാതി വന്നത് എങ്ങനെയാണ് എന്ന് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഇവിടെ വാർത്തകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഈ കേസ്, രാഹുലിനെതിരെ കേസ് കൊടുക്കണമെന്ന് ഏതോ ഒരു ചാനൽ നിർബന്ധിക്കുന്നതായിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് പലതവണ പല ചാനലുകളും പല മാധ്യമങ്ങളിലൂടെയും പലരിലൂടെയും അറിഞ്ഞതുകൊണ്ട് സത്യമാണെന്ന് കരുതുന്നു. ഏതായാലും ഒരു നിർബന്ധം ഇവിടെ നടന്നിട്ടുണ്ട്. അത്തരത്തിലൊരു നിർബന്ധം നടന്നിട്ടുള്ളത് കൊണ്ടാണ് വൈകി ഈ പരാതി വന്നത്. ഇതൊരു പീഡനമായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പീഡനം സഹിക്കും, രണ്ടാമത്തെ പീഡനവും സഹിക്കും, വീണ്ടും പീഡനത്തിന് വരുമ്പോൾ എന്തായാലും അടുത്തൊരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ മറ്റാരോടെങ്കിലോ ഇതിനെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് സഹിക്കാൻ വയ്യ എന്ന് പറയും. അതെങ്ങനെയെങ്കിലും അതൊരു പരാതിയായി പുറത്തു വന്നേനെ. അത് വന്നിട്ടില്ല. അത് വരാതെ കൃത്യം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2-3 മാസം മുമ്പ് ഇത് പുറത്തു വരുന്നു.
എന്നിട്ട് അയാളെ ഒതുക്കുന്നു. അതിലൂടെ ഷാഫി പറമ്പിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. ഇവിടെ ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കിക്കൊണ്ട് ഇവിടെ വളർന്നു വരുന്ന ഈ രാജ്യം, നമ്മുടെ സംസ്ഥാനം എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാക്കും, അതിനുവേണ്ടി കഴിയുന്ന ജനങ്ങളുമായി മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന, ജനങ്ങളുമായി ഇടപഴകി നിൽക്കുന്ന, വികസന സങ്കല്പമുള്ള ബോധമുള്ള കുറെ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരന്മാരെ ഒരു വഴിക്കാക്കിയാലേ നമുക്ക് നിൽക്കാൻ പറ്റൂ എന്ന് ഈ കടൽക്കടവന്മാരായിട്ട് കുറച്ചു പേർക്ക് അറിയാം. അതിനുവേണ്ടി എടുത്തിട്ടുള്ള ഒരു കളി. കാര്യം രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ അവർക്ക് ശത്രുക്കളാണ്. മുഖ്യമന്ത്രി പദമൊക്കെ ചിലപ്പോൾ അവർക്ക് വെച്ച് മാറ്റി കൊടുക്കേണ്ടി വരും. അതറിയാവുന്നത് കൊണ്ട് മനഃപൂർവ്വം അവർ കാണിച്ചതാണ്. അങ്ങനെ മനഃപൂർവ്വം കാണിച്ചിട്ടുള്ള അതിൽ ഇത്തരത്തിൽ പെണ്ണ് കേസാവുമ്പോൾ സംഗതി ജനം ഏറ്റെടുത്തോളും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പെണ്ണ് കേസിന്റെ പേരിൽ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയാ പുണ്യ കുഞ്ചവന്മാരുണ്ടല്ലോ, അവരോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആ ലോക്ക് മാറ്റിയിട്ട് ഒന്ന് തരാമോ? അപ്പൊ നമുക്കറിയാം. അല്ലെങ്കിൽ തൊട്ടടുത്ത സുഹൃത്തുക്കൾക്കൊന്ന് കൊടുക്കാമോ? നിങ്ങളുടെ രക്ഷിതാക്കൾക്കൊന്ന് കൊടുക്കാമോ? വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു അകന്ന സുഹൃത്തിന് നിങ്ങൾക്കൊന്ന് കൊടുക്കാമോ? കൊടുക്കാൻ കഴിയില്ല. അമ്മാതിരിയുള്ള സാധനം അതിനകത്തുണ്ട്, ഏത് രീതിയിലായാലും. അതൊക്കെ അവിടെ വെച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, ഒരുത്തന്റെ മേലെ ഇങ്ങനെ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മഹാസംഭവമൊന്നുമല്ല. ഇതൊരു പീഡനമാണ് എന്നുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. ഇവിടെ ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ CPM-ന്റെ നിലപാടാണ് അവിടെ ശരി. കോടതിയും പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ, അത് കോടതി തെളിയിക്കട്ടെ എന്ന്. കോടതിയിൽ ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടപടിയെടുക്കാം. ഇവിടെ ജനങ്ങൾ, നമ്മൾ തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ചോ ഒരു ആരോപണം കേൾക്കുമ്പോൾ ഉടനെ എടുത്തങ്ങ് മറിക്കലല്ല. ആ മറിക്കലൊന്നും ചിലപ്പോൾ സത്യമായിക്കൊള്ളണമെന്നില്ല. എന്നെക്കുറിച്ചൊരു വാർത്ത ചെയ്തിരുന്നു. 4 പെണ്ണുങ്ങൾ ചാനലിൽ നിന്ന് വാർത്ത ചെയ്യുന്നുണ്ടായിരുന്നു. സാബു കൊട്ടോട്ടി റിമാൻഡിൽ പോയി എന്ന്. ആ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഞാൻ ലൈവ് പോകുന്നുണ്ട്. ആ അവരുടെ ലൈവ് വാർത്ത ചെയ്യുന്നതിന്റെ തൊട്ട് താഴെ കമന്റ് വന്നിരുന്നു, നിങ്ങൾ ഈ റിമാൻഡിൽ പോയി എന്ന് പറയുന്ന ചങ്ങാതി തൊട്ടപ്പുറത്ത് ലൈവ് പോകുന്നുണ്ടല്ലോ എന്ന്. അപ്പോ ആ ചാനലിൽ ലൈവ് വാർത്ത ചെയ്തുകൊണ്ടിരുന്ന അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ എൻ്റെ ചാനലിൽ വന്നിട്ട് എൻ്റെ ലൈവിൽ ഒന്നിനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ റിമാൻഡ് ചെയ്തു എന്നാണല്ലോ അവിടെ ഇന്ന ചാനലിൽ പറയുന്നത് എന്ന്. ഞാൻ പറഞ്ഞു, ശരിയാണ്, എന്നെ റിമാൻഡ് ചെയ്തു, ഇപ്പോഴും ഞാൻ റിമാൻഡിലാണ്. നിങ്ങൾ എൻ്റെ പിന്നിലെ ഗ്രീൻ സ്ക്രീൻ കണ്ടില്ലേ? അപ്പോൾ ഞാൻ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രീൻ സ്ക്രീൻ കണ്ടില്ലേ? അതിൻ്റെ ബേക്കിലാണ് തടവ് പുള്ളികളെല്ലാം ഉള്ളത്. ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ലൈവ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിന് ബദലൊരു ലൈവ് പോകാനുള്ള സൗകര്യം എനിക്ക് ചെയ്തു തന്നതാണ് എന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്നതുപോലെയാണ് കാര്യങ്ങൾ. ആടിനെ പട്ടിയാക്കി, പിന്നെ അതിനെ പേപ്പട്ടിയാക്കി, പിന്നെ അതിനെ തല്ലിക്കൊല്ലാൻ ഇവിടെ മാധ്യമ സമൂഹവും അതുപോലെ വേറെ കുറെ സമൂഹവും ഉണ്ട്. ഇതിനിടയിൽ 24-ന്റെ വാർത്തയാണ് ഏറ്റവും രസമായി ഞാൻ കണ്ടത്. അതും ഹാഷ്മിയാണ് സംസാരിക്കുന്നത്. ഒരല്പം ബഹുമാനമൊക്കെ എനിക്കുണ്ട്. ഹാഷ്മിന്റെ ആ ചെറിയ കോട്ടുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഷോർട്സിൽ ഇടാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഹാഷ്മി. ആ ഹാഷ്മി അടിച്ചങ്ങോട്ട് വിടുന്നത് കണ്ടു. രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിലായി, ഹോസ്ദുർഗ് കോടതിയിൽ കൊണ്ടുവരുന്നു, അവിടെ കൊണ്ടുവരാൻ പോകുന്നു, അവിടെ ഏതാണ്ട് ജഗപക ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു, അവിടെ മജിസ്ട്രേറ്റ് കാത്തിരിക്കുന്നു, ഇങ്ങനെ കുറെ ഡയലോഗ്. എന്നിട്ടെന്തായി? ഒരു ചുക്കും സംഭവിച്ചില്ല. അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന ഇരയെ, ആ ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാനോ ആ ഇരയ്ക്ക് വേണ്ടി വാദിക്കാനല്ലോ ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ വിധത്തിൽ കേസ് പോയനെ. ആ വിധത്തിലാണോ കേസ് പോണത്? ഇവിടെ ഗോവിന്ദച്ചാമിക്ക് പോലും കൊടുക്കാത്ത രീതിയിലുള്ളൊരു ഭീകരാന്തരീക്ഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുമ്പോൾ അന്ന് ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ കാണിക്കാത്തതിനേക്കാളും വലിയ ഒരു എന്താ പറയാ ഒരു തിരക്ക് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പിടിക്കാൻ വേണ്ടി എല്ലാ ജില്ലകളിലും ഇതിന് തൊട്ടും മുമ്പ് ഇങ്ങനെ ഒരു കേസ് നടന്നത് ഷാജസ് കരീന്റെ കേസിലാണ്. എവിടെയൊക്കെയാണ് പോയത്? ഏതാണ്ട് 1.5 കോടി രൂപ 1.5 ദിവസം കൊണ്ട് ചെലവാക്കി എന്നാണ് കേട്ടത് ഷാജനെ പിടിക്കാൻ വേണ്ടിയിട്ട്. കിട്ടിയില്ല. അതേ ഒരു അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ 8-9 ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തെരച്ചിൽ നിർത്തുമെന്നാണോ പറയുന്നത്? കോടതി ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്തൊരു കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇരയുടെ കാല് പിടിക്കുന്നുണ്ട്. പൊന്നാര പെങ്ങളെ, നിങ്ങൾ ജെനുവിനാണോ? AI ആണോ? AI അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഒരു മൊഴി തരൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊന്ന് പിടിച്ചകത്തിട്ടോട്ടെ, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഗതികെട്ട ഒരു സംവിധാനത്തോട് എന്തു പറയാൻ? അതുകൊണ്ടാ പറയുന്നേ, രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക എന്നുള്ളതാണ് ഈ കേസിന്റെ ഉദ്ദേശം. അതല്ലാതെ ഒരു ഇരയെക്കുറിച്ചല്ല. ഇരയെക്കുറിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല വാർത്തകൾ വരുന്നത്, ഈ രീതിയിലായിരിക്കില്ല കാര്യങ്ങളുടെ പോക്ക് പോണത്, ഇങ്ങനെ ആയിരിക്കില്ല അതിന്റെ നടപടികൾ വരുന്നത്. ഇവിടെ ഇര ഒരു വർത്തമാനമേ അല്ല. ഇപ്പോ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഈ സമയത്ത് നോട്ട് അറസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കേസിൽ ഒരു ഇര ഉണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇര എന്ന് പറയുന്നവരുണ്ട് എന്ന് ഉറപ്പല്ലേ?
അവർ കാണാമറയത്തിരിക്കുന്നവരൊന്നും അല്ലല്ലോ. അല്ല, അവർ ഏതെങ്കിലും ഒരാളുടെ മകളായിരിക്കും, കുറച്ചു പേരുടെ സുഹൃത്തുക്കളായിരിക്കും, ചിലപ്പോൾ സഹോദരങ്ങളുണ്ടാകും, ഒരു കുടുംബത്തിലെ മൊത്തം ആൾക്കാരുണ്ടാവും. അത്രയും ആൾക്കാരുടെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ സ്വന്തം വിവാഹബന്ധം ഇരിക്കെ പോയി പീഡനം ഏറ്റുവാങ്ങിയ ഒരു ഒരു വഴിവിട്ട ബന്ധം നടത്തുന്ന ഒരു സ്ത്രീയായി അതിനെ അറിയിക്കുകയല്ലേ? ആണോ? അതിനല്ലേ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കൊന്നും അറിയില്ല, എനിക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല, ആർക്കും അറിയില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഈ വാർത്തകൾ ചെയ്യുന്നവരും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരും ഈ ഇരയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്കും ഇത് ആരാന്നറിയില്ല. നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ പോലും നമുക്കറിയില്ല ആരാന്നുള്ളത്. പക്ഷെ അവരെ തിരിച്ചറിയുന്ന ഒരു വിഭാഗമില്ലേ, നേരിട്ട് അറിയാവുന്നവർ, അവരുടെ മുന്നിൽ ഈ പീഡനത്തിന്റെ എണ്ണി കഥകളുണ്ടല്ലോ. ഈ എണ്ണി കഥകൾ ജനം കേൾക്കില്ലേ, കാണില്ലേ? അപ്പൊ ഇവളാണത് എന്നവർ വിലയിരുത്തില്ലേ? അവിടെയാണ് എൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ള നന്മ. എന്ത് നന്മ? കിടപ്പാടമില്ലാത്ത കുറെ സാധുക്കൾക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ കുറെ ചേർത്ത് പിടിക്കേണ്ട കുറെ സാധുക്കളെ ചേർത്ത് പിടിക്കുക, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മുഴുവനായി കൊടുത്ത നന്മ. രണ്ടാമത്തെ നന്മ എന്താണെന്നറിയോ? ഇപ്പോ ഈ കഴിഞ്ഞ സെഷൻ കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞെന്താണ്? ഈ വാദം, മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ വാദം അടച്ചിട്ട മുറിയിൽ നടത്തണം. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഏതെങ്കിലും മാധ്യമങ്ങളോട് സംസാരിച്ചോ? എന്തിനു വേണ്ടിയായിരുന്നു എന്ന്? അടച്ചിട്ട മുറിയിൽ ആ വാദം നടന്നപ്പോൾ അവിടെ രക്ഷിക്കപ്പെട്ടത് ഇര എന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീയുടെ മാനമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ കോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ സംഭവിച്ച കാര്യങ്ങളും അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധവും അവർ നടന്നിട്ടുള്ള മറ്റ് സംഭാഷണങ്ങളും ആ ചാറ്റും ഇതെല്ലാം കാണില്ലേ? ഇതെല്ലാം ലോകം അറിയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തായാലും മോശപ്പെടുത്തിയിട്ടേക്കാണ്. രാഹുൽ മാങ്കൂട്ട തത്തറയായി നിങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ആക്കി. ഈ ലോകം കണ്ട ഏറ്റവും വലിയ പെണ്ണുപിടിയനാക്കി. അതുകൊണ്ട് തന്നെ ഇനി അയാൾക്ക് ഇനിയിപ്പോൾ നാറാനൊന്നുമില്ല, നാറി കിടക്കാണ്. എന്നാൽ ഇര എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്തൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിക്ക് ഒരു മാനവും നാണവും ഇല്ലേ? അതിനെക്കുറിച്ച് ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പ്രൈവസി, അതിൻ്റെ ഒരു മാനം, അതിന് കൊടുത്ത ഒരു ഇതുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുള്ള ഒരു മനസ്സ്, അതാണ് ഞാൻ പറയുന്ന രണ്ടാമത്തെ കാര്യം. അതായത് തനിക്കെതിരെ കേസ് കൊടുത്ത് കോടതിയിൽ ഇത്രയാക്കി, ഒരുപക്ഷെ തൻ്റെ MLA സ്ഥാനം പോയി, ഈ സമൂഹത്തിലെ തൻ്റെ എല്ലാ സ്ഥാനവും പോയി, നാണം കെട്ട് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഒരു ഇര എന്ന് അവകാശപ്പെടുന്നവരുണ്ടല്ലോ, അവരുടെ മാനത്തിന് വില കൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പെരുമാറിയെന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് വിമർശിക്കുമ്പോഴും എതിർക്കുമ്പോഴും ഒക്കെ ആ കാര്യം കൂടെ പറഞ്ഞിട്ട് വേണം വിമർശിക്കാൻ. Different angles. Don't forget to subscribe and support this channel.